സ്ത്രീകൾക്ക് വലിയൊരു സാമ്പത്തിക ആശ്വാസം നൽകുന്ന പദ്ധതിയുമായി സർക്കാർ. സ്ത്രീകൾക്ക് മാസം 2500 രൂപ വീതം കിട്ടുന്ന പുത്തൻ പദ്ധതി ലക്ഷ്മി യോജന വൻ ഹിറ്റിലേക്ക്. പദ്ധതിയിൽ ചേരാൻ അർഹരായിട്ടുള്ളത് 21-നും 60-നും ഇടയിൽ പ്രായമുള്ളവരാണ്. ശരിക്കും രാജ്യത്തെ സ്ത്രീകൾക്ക് വലിയൊരു ലോട്ടറി തന്നെ അടിച്ചിരിക്കുകയാണ്. വലിയ ആശ്വാസം നൽകുന്ന പദ്ധതികളാണ് ഓരോ സംസ്ഥാനത്തും പ്രഖ്യാപിക്കുന്നത്. അതെ, ഇപ്പോഴിതാ ഏറ്റവും വലിയ ഹിറ്റിലേക്ക് കുതിക്കുകയാണ് ലക്ഷ്മി യോജന പദ്ധതി. സ്ത്രീകൾക്ക് വലിയൊരു സാമ്പത്തിക ആശ്വാസം നൽകിക്കൊണ്ടാണ് പ്രതിമാസം 2500 രൂപ ധനസഹായം നൽകുന്ന ഈ പദ്ധതി വൻ ഹിറ്റിലേക്ക് കുതിക്കുന്നത്. ലക്ഷ്മി യോജന പദ്ധതിക്ക് ഡൽഹി സർക്കാർ ഔദ്യോഗികമായി ഇപ്പോൾ അംഗീകാരം നൽകിയിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷകൾക്കുള്ള പ്രത്യേക പോർട്ടൽ പ്രവർത്തനം ആരംഭിച്ചു. പ്രത്യേക പോർട്ടൽ വഴിയാണ് സ്ത്രീകൾക്ക് ഈ സാമ്പത്തിക സഹായത്തിന് അപേക്ഷിക്കാവുന്നത്. കുറഞ്ഞത് 10 വർഷമായി ഡൽഹിയിൽ താമസിക്കുന്നവരാകണം എന്നതാണ് ഇതിലെ പ്രധാന കാര്യം. ഒരു തരത്തിലും ക്രിമിനൽ പശ്ചാത്തലമില്ലെന്നുള്ള സ്വയം സാക്ഷ്യപ്പെടുത്തിയ സത്യവാങ്മൂലം അപേക്ഷകർ ഒപ്പം സമർപ്പിക്കേണ്ടതുണ്ട്. പിന്നീട് തുടർന്ന് ലഭിക്കുന്ന അപേക്ഷകൾ കൃത്യമായി പരിശോധിച്ച ശേഷമായിരിക്കും അർഹരായ സ്ത്രീകൾക്ക് പ്രതിമാസ തുക നൽകുക. വരാനിരിക്കുന്ന രക്ഷാബന്ധൻ ദിനത്തോടനുബന്ധിച്ച് പദ്ധതിയുടെ ആദ്യ ഗഡു വിതരണം ചെയ്യും. അധികാരത്തിലെത്തി 1.25 വർഷത്തിനുള്ളിൽ തന്നെ നൽകിയ വാഗ്ദാനം പാലിക്കാനാണ് സർക്കാർ ഇതിലൂടെ ശ്രമിച്ചിരിക്കുന്നത്. സ്ത്രീകൾക്ക് 2500 രൂപ വീതം കിട്ടുന്ന പുത്തൻ പദ്ധതിയാണിത്. പോർട്ടൽ തുറന്ന് ഒറ്റ ദിവസത്തിനകം നിരവധി ആളുകൾ തന്നെയാണ് ഇതിൽ രജിസ്റ്റർ ചെയ്തതും. 2500 രൂപയും നേരിട്ട് ബാങ്ക് അക്കൗണ്ടിൽ ലഭ്യമാകുകയല്ലെന്നത് മറ്റൊരു കാര്യമാണ്. 1000 രൂപ ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിക്കുകയും ബാക്കി 1500 രൂപ ബാങ്കിൽ സ്ഥിര നിക്ഷേപമായി മാറ്റുകയാണ് ഈ പദ്ധതിയിലൂടെ ചെയ്യുന്നത്. ഈ നിക്ഷേപ പദ്ധതിക്ക് 3 വർഷ ലോക്കിൻ കാലാവധി ഉണ്ടാകും. ഇതിലൂടെ സ്ത്രീകൾക്ക് ഹ്രസ്വകാലത്തിന് പുറമെ ദീർഘകാല സാമ്പത്തിക സുരക്ഷിതത്വം കൂടി ഉറപ്പാക്കുകയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. അതിനാണ് FD അക്കൗണ്ട് കൂടി പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നത്. മൊത്തം 17 ലക്ഷം വനിതകൾക്ക് ഉപകാരപ്പെടുന്ന പദ്ധതി കൂടിയാണിത്. ഇതിനായി 5100 കോടി രൂപ സർക്കാർ നീക്കിവെച്ചിട്ടുണ്ട്. 26-നും 60-നും ഇടയിൽ പ്രായമുള്ളവരാണ് ഈ പദ്ധതിയിൽ ചേരാൻ അർഹരായവർ. മാത്രമല്ല, നിലവിൽ മറ്റേതെങ്കിലും പദ്ധതി വഴി സാമ്പത്തിക പിന്തുണ കിട്ടുന്നവർക്ക് ലക്ഷ്മി യോജനയിൽ ചേരാൻ അർഹതയുണ്ടാകില്ല. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.